നെക്സ്റ്റ് ഈസ് വൈമാക്സ്. വൈമാക്സ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോഡ്ബാൻഡ് കണക്ഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് IEEE 802.16 സ്റ്റാൻഡേർഡ്, IEEE എന്നുള്ള കമ്മിറ്റിയുടെ 802.16 എന്നുള്ള സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഹൈ സ്പീഡ് ഡാറ്റ ഓവർ വൈഡ് ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി, വൈഡ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ വൈമാക്സിലെ ലെറ്റേഴ്സായിട്ടുള്ള വൈമാക്സ് എങ്ങനെയാണ് സ്റ്റാൻഡ്സ് ചെയ്യുന്നതെന്ന് വെച്ചെങ്കിൽ, സ്റ്റാൻഡ്സ് ഫോർ വേൾഡ് വൈഡ് ഇൻ്റർ ഓപ്പറബിലിറ്റി ഫോർ മൈക്രോവേവ് ആക്സസ്. ഓക്കെ, വേൾഡ് വൈഡ് ഇൻ്റർ ഓപ്പറബിലിറ്റി ഫോർ മൈക്രോവേവ് ആക്സസ്. പിന്നെ ഈ ടെക്നോളജി എന്ന് പറഞ്ഞാൽ 1.2 മൾട്ടി പോയിൻറ്റ് കമ്മ്യൂണിക്കേഷന് എന്നാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഡാറ്റ ലിങ്ക് ലെയറിന് 3 സബ് ലെയേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട്, പിന്നെ ഫിസിക്കൽ ലെയറിന് 2 സബ് ലെയേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതൊരു ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാം. ഡാറ്റ ലിങ്ക് ലെയറിന് ഫസ്റ്റ് വൺ സർവീസ് സ്പെസിഫിക് കൺവേർജൻസ് സബ് ലെയർ, മാക് സബ് ലെയർ, സെക്യൂരിറ്റി സബ് ലെയർ എന്ന് പറഞ്ഞിട്ട് ഡാറ്റ ലിങ്ക് ലെയറിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുമാതിരി ഫിസിക്കൽ ലെയറിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ട്രാൻസ്മിഷൻ കൺവേർജൻസ് സബ് ലെയർ, ഫിസിക്കൽ മീഡിയം ഡിപ്പെൻഡൻറ്റ് സബ് ലെയർ, ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ സർവീസ് സ്പെസിഫിക് കൺവേർജൻസ് സബ് ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ബ്രോഡ്ബാൻഡ് കണക്ഷന് വേണ്ടിയിട്ട് ഡാറ്റ ലിങ്ക് ലെയർ റിവൈസ് ചെയ്തിട്ടുള്ളൊരു സബ് ലെയറാണത്. ഇത് മെയിനായിട്ട് കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സെക്കൻഡ് വൺ മാക് സബ് ലെയർ ആക്സസ്, അത് ഫ്രെയിമിന് ഒരു ഫോർമാറ്റ് കൊടുത്തിട്ട് ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ അത് ഫ്രെയിംസ് ആയിട്ടാണ് സെൻഡ് ചെയ്യുക. ആ ഫ്രെയിംസിന് ഒരു ഫോർമാറ്റ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് മാക് സബ് ലെയർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതും ഡിസൈൻ ചെയ്തിരിക്കുന്നത് കണക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സർവീസിന് വേണ്ടിയിട്ടാണ്. പാക്കറ്റ്സ് റൂട്ട് ചെയ്യുമ്പോൾ എത്ര ബിറ്റ് ഡാറ്റ പാസ് ചെയ്യുന്നു, മാക്കിൽ 48 ബിറ്റാണ് നോർമലി പാസ് ചെയ്യുക. പിന്നെ അതെങ്ങനെ മാപ്പ് ചെയ്യുന്നു, അഡ്രസ് മാപ്പിംഗ് ഒക്കെ നമ്മൾ പഠിച്ചില്ലേ, അതിലെങ്ങനെ മാപ്പ് ചെയ്യും. പിന്നെ അതിലൊരു വെർച്വൽ കണക്ഷൻ ഐഡൻറ്റിഫയറൊക്കെ ഉപയോഗിച്ചിട്ടാണത് മാപ്പ് ചെയ്യുന്നത്. അങ്ങനെ ആ ഡാറ്റ ട്രാൻസ്ഫറിൻ്റെ സമയത്ത് കണക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സർവീസിനും അത് എങ്ങനെ സ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ഫ്രെയിമിന് കറക്റ്റ് ഒരു ഫോർമാറ്റ് ഉണ്ടാക്കിയിട്ട് 48 ബിറ്റ് മാക് അഡ്രസ്സ് ആണല്ലോ, അപ്പോൾ അതിൽ 48 ബിറ്റാണ് നോർമലി ഡാറ്റ ട്രാൻസ്ഫറിങ് നടക്കുന്നത്. അപ്പോൾ ആ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് മാക് സബ് ലെയറിൽ പറയുന്നത്. ഇനി സെക്യൂരിറ്റി സബ് ലെയറിൽ ഒരു കമ്മ്യൂണിക്കേഷന് വൈമാക്സ് പ്രൊവൈഡ് ചെയ്യുന്ന സെക്യൂരിറ്റി, ആ വേർഡ് മീനിങ് എടുക്കുക, പ്രൊവൈഡ് ചെയ്യുന്ന സെക്യൂരിറ്റിയാണ് സെക്യൂരിറ്റി സബ് ലെയർ പറയുന്നത്. വയർലെസ് കമ്മ്യൂണിക്കേഷനിലാകുമ്പോൾ നമുക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് എൻക്രിപ്റ്റ് ചെയ്തിട്ട് വേണം ഡാറ്റ സെൻഡ് ചെയ്യാൻ. എൻക്രിപ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഉള്ള ഡാറ്റയെ നമുക്ക് കോഡ്സ് ആക്കിയിട്ട് കോഡ് ഫോർമാറ്റിൽ നമ്മളിപ്പോൾ നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ വേറൊരാൾ കേൾക്കാതിരിക്കാൻ നിങ്ങൾ പരസ്പരം നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്തെങ്കിലും കോഡ് ലാംഗ്വേജ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സൈൻ ലാംഗ്വേജ് ഉണ്ടാവും. അതിൽ ഇൻട്രാക്ട് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് നെറ്റ്വർക്കിൽ ഇൻട്രാക്ട് ചെയ്യുന്നതാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. അത് എൻക്രിപ്ഷൻ ഒരുപാട് അൽഗോരിതംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ എൻക്രിപ്ഷൻ അൽഗോരിതമൊക്കെ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യും, അയക്കുന്ന ഡാറ്റേനെ എൻക്രിപ്റ്റ് ചെയ്യും. എന്നിട്ട് അത് അവിടെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ റിസീവ് ചെയ്യുന്ന ആളുടെ കയ്യിലും അതിനെ ഡീക്രിപ്റ്റ് ചെയ്യാനുള്ള അൽഗോരിതംസ് ഉണ്ടായിരിക്കും. അതിനെ ഡീക്രിപ്റ്റ് ചെയ്തിട്ട് അത് സ്വീകരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് സെക്യൂരിറ്റി സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തത് ട്രാൻസ്മിഷൻ കൺവേർജൻസ് സബ് ലെയർ. ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്, അതാണ് ടൈം ഡിവിഷൻ ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം സ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഫ്രെയിമിനെ സബ് ഫ്രെയിമായിട്ടും ഡിപ്പെൻഡ്സ് അപ്പോൺ ടൈം മാനേജ്മെൻറ്റ് വെച്ചിട്ട് സെൻഡ് ചെയ്യുന്നതാണ് ടൈം ഡിവിഷൻ. അതായത് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്ങിൻ്റെ ഒരു വേരിയേഷനാണ് അല്ലെങ്കിൽ വേരിയൻ്റാണ് ടൈം ഡിവിഷൻ ഡ്യൂപ്ലെക്സ് എന്ന് പറയുന്നത്. ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തത്. ഡ്യൂപ്ലെക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷനാണ് ചെയ്യുന്നത്. പിന്നെ എന്താണ് ഇതിനകത്ത് പറയുന്നത്,
പിന്നെ ഇത് ഡാറ്റ ലിങ്ക് ലെയറും പിന്നെ അതുമാതിരി ഫിസിക്കൽ ലെയറിൻ്റെയും ആ ഇൻ ബിറ്റ്വീനിലാണ് ഡാറ്റ പാക്കറ്റ്സ് ഫ്രെയിംസ് ആക്കിയിട്ട് പാസ് ചെയ്യുമ്പോൾ റിസീവ് ചെയ്യുന്നത് ഒരു സൈഡ്, അതായത് ഫിസിക്കൽ ലെയർ നിന്ന് ഡാറ്റ ലിങ്ക് ലെയറിലേക്ക് അയക്കാം, അല്ലെങ്കിൽ ഡാറ്റ ലിങ്ക് ലെയറിൽ നിന്ന് ഫിസിക്കൽ ലെയറിലേക്ക് അയക്കാം. അങ്ങനെ ഈ ഫ്രെയിംസ് പാസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഫിസിക്കൽ മീഡിയം ഡിപ്പെൻഡ് സബ് ലെയർ. ഫിസിക്കൽ മീഡിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സബ് ലെയറിൽ കണ്ടിന്യൂസ് റിവിഷൻ വരും. ഒറിജിനലി നമ്മൾ ഇതാണ് നമ്മൾ 802.16 ഡിഫൈൻ ചെയ്തിരിക്കുന്ന ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 10 to 66 GHz ആണെങ്കിൽ അത് പിന്നീട് 2 bits per ബാൻഡ് QPSK എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എൻ്റെ ഫുൾ ഫോം ഞാൻ മറന്നു പോയല്ലോ. ഞാനത് QPSK എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം. QAM ഇതൊക്കെ നമ്മളെ നെറ്റ്വർക്ക് ഡാറ്റ കമ്മ്യൂണിക്കേഷനിൽ നടക്കുന്ന കാര്യങ്ങളാണ്. QPSK QAM എന്നുള്ളതൊക്കെ ഞാൻ ഇതിൻ്റെ താഴെ തന്നെ അതിൻ്റെ ഫുൾ ഫോം നിങ്ങൾക്ക് അയച്ചു തരാം. അതായത് സ്റ്റാൻഡേർഡ്സിൻ്റെ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നെറ്റ്വർക്ക്, അല്ലെങ്കിൽ ഇതിൻ്റെ അനുസരിച്ച് ഡാറ്റ സെൻഡ് ചെയ്യുന്നതിൻ്റെ കമ്മ്യൂണിക്കേഷൻ വേവ് ലെങ്ത് അനുസരിച്ച് നമ്മൾ ഇതിൻ്റെ വേവ്സ് പാസ് ചെയ്യുന്ന GHz അല്ലെങ്കിൽ ഹെഡ്സിൻ്റെ ബാൻഡ് വിഡ്ത്ത് ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. അത് നമ്മളെ ട്രാൻസ്മിഷൻ മീഡിയത്തിനെ ബേസ് ചെയ്തിട്ട് ആയിരിക്കും, ഫിസിക്കൽ മീഡിയത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് മാറുന്നത്. അതാണ് ഫിസിക്കൽ മീഡിയത്തിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തത് മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ലുലാർ നെറ്റ്വർക്ക് ഓർ മൊബൈൽ നെറ്റ്വർക്ക് തന്നെ പറയാം. കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കാണ്, വയർലെസ് ആയിട്ടുള്ളതാണ്. ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ലാൻഡ് ഏരിയാസ് കോൾഡ് സെൽസ്. അതിൽ അങ്ങനെ ഫിക്സഡ് ലൊക്കേഷൻ, ട്രാൻസീവറിന് ഫിക്സഡ് ലൊക്കേഷൻ ഉണ്ടായിരിക്കും. ബേസ് ട്രാൻസീവർ ഒരു ടവർ ഉണ്ടായിരിക്കും. ആ ടവറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ബേസ് സ്റ്റേഷൻ ഉണ്ടായിരിക്കും. ആ ബേസ് സ്റ്റേഷനെ ബേസ് ചെയ്തിട്ടാണ് പല സ്റ്റേഷനിലേക്ക് കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നത്. ഇതൊക്കെ മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടും നെറ്റ്വർക്കിലെ ഒരു സെപ്പറേറ്റ് ശാഖയാണ്, ഒരു സെപ്പറേറ്റ് ബ്രാഞ്ചാണ്. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഒരു ബ്രാഞ്ചാണ്, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഒരു ബ്രാഞ്ചാണ്. അങ്ങനത്തെ ആ ബ്രാഞ്ചസിൽ വരുന്ന കാര്യമാണ് ഈ മൊബൈൽ നെറ്റ്വർക്കൊക്കെ. ഇത് നിങ്ങൾക്ക് അത്ര ഇൻഡെപ്തായിട്ട് പഠിക്കാനൊന്നുമില്ല, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന തിയറി തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്തിട്ട് എന്താണ് ഏതാണെന്നുള്ള ഇതിൽ കുറച്ച് ഫുൾ ഫോംസ് FDMA, CDMA, TDMA, SDMA എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്, അത് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് റേഡിയോ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ്. റേഡിയോയിൽ ഫ്രീക്വൻസി സെറ്റ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുക. ഓരോ റേഡിയോയിനും ഓരോ ഫ്രീക്വൻസി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനപ്പുറത്തേക്കുള്ള ട്രാൻസ്മിഷൻ അവർക്ക് നടക്കില്ല. ആണ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് എന്ന് പറയുന്നത്. അതുമാതിരി ടൈം മാനേജ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. CDMA എന്ന് പറഞ്ഞാൽ കോഡ് ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്, കോഡിങ് ചെയ്തുകൊണ്ടുള്ള മൾട്ടിപ്ലെക്സിങ്. സ്പേസ് ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് എന്ന് പറഞ്ഞാൽ ഒന്നിനു വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് സ്പേസ് അലോട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് പോകുന്ന രീതി, പ്രയോറിറ്റി ബേസ് ചെയ്ത് പോകുന്ന രീതി. അങ്ങനെ ഓരോന്നിനും ഓരോ ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം മൊബൈൽ കമ്മ്യൂണിക്കേഷനകത്ത് വരുന്നതാണ്, മൊബൈൽ നെറ്റ്വർക്കിനകത്ത് വരുന്നതാണ്. ഓക്കെ, ഇതിന് അതുമാതിരി മൊബൈൽ ജനറേഷൻ്റെ എവല്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ജനറേഷൻ, അത് 1G, 2G, 3G, 4G, 5G ഇപ്പോൾ വന്നു കഴിഞ്ഞു. 5G കമ്മിങ് സൂൺ എന്നുള്ളതിൻ്റെ കൊടുത്തിരിക്കും. 5G ഒക്കെ വലിയ കൺട്രീസിലൊക്കെ വന്നു കഴിഞ്ഞു അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് വായിച്ച് വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതൊന്നും എഴുതിയാലും മതി, ടെക്സ്റ്റിൻ്റെ വായിച്ച് എഴുതാമെന്നൊരു നിർബന്ധമില്ല. ഓക്കെ, ഇത്രയാണ് നമ്മൾ സെക്കൻഡ് യൂണിറ്റിൽ എടുക്കാൻ പെൻഡിങ് ഉണ്ടായിരുന്ന പോർഷൻ. അതെടുത്ത് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.